നമസ്കാരം. പിണറായി വിജയൻ എന്നും കേരള രാഷ്ട്രീയ രംഗത്തെ വിവാദ പുരുഷൻ തന്നെയായിരുന്നു. രാഷ്ട്രീയ മര്യാദയോ സാമാന്യ മര്യാദയോ ധാർമ്മികതയോ എന്തിന് മനുഷ്യത്വത്തോടുകൂടി ഒരാളോട് പെരുമാറാൻ പോലും കഴിയാത്ത നേതാവാണ് പിണറായി വിജയൻ. എത്രയോ തവണ നമ്മളത് പൊതുവേദികളിൽ കണ്ടതാണ്. തീർച്ചയായും പിണറായി വിജയനോളം വെറുക്കപ്പെട്ട മറ്റൊരു പൊതുപ്രവർത്തകൻ കേരള രാഷ്ട്രീയ രംഗത്തെന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് തന്നെയില്ല. മാധ്യമങ്ങളോടും പൊതുവേദികളിലും നിയമസഭയിൽ പോലും പച്ചക്കള്ളം പറയാൻ മടിയില്ല. പൊതുവേദികളിൽ ഇത്തരത്തിൽ പെരുമാറുന്ന ഒരാൾ സ്വകാര്യ ജീവിതത്തിൽ എത്തരക്കാരനായിരിക്കുമെന്ന പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പറയാൻ തുടങ്ങിയത് ഇതേക്കുറിച്ചൊന്നുമല്ല. പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പൊതുസമൂഹത്തിന് സംഭാവന ചെയ്ത ചില പദപ്രയോഗങ്ങളെക്കുറിച്ചാണ്. തന്നെ വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നവർ ആരായാലും പിണറായി വിജയൻ പതിവായി പറയുന്നൊരു വാചകമുണ്ട്: മനോനില പരിശോധിക്കണം. ഇത് ഈയിടെ പരിഷ്കരിച്ച് അദ്ദേഹം പറയുന്ന വാചകമാണ്. മുമ്പ് തല പരിശോധിക്കണം എന്നായിരുന്നു പിണറായിയുടെ പ്രയോഗം. ഓരോന്നും തെളിവ് സഹിതം സമർത്ഥിക്കാം. പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴും ഡെമോക്രസിന്റെ വാൾ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒന്നാണ് SNC ലാവ്ലിൻ കേസ്. PSP പദ്ധതികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് SNC ലാവ്ലിനുമായുള്ള ഇടപാടിനെ എതിർത്ത അന്നത്തെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ വരദാചാരിയുടെ തല പരിശോധിക്കണം എന്ന അന്നത്തെ സഹകരണ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഫയലിൽ എഴുതിയത്രേ. 2003 ഉയർന്ന ഈ ആരോപണം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. എന്നാൽ ഈ പരാമർശം നടത്തിയത് PSP പദ്ധതികളുടെ പശ്ചാത്തലത്തിലാണ് എന്നും സഹകരണ മന്ത്രി എന്ന നിലയിൽ ആ വകുപ്പിന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് വന്നതാണെന്നും ലാവ്ലിൻ കേസ് അന്വേഷിക്കുന്ന CBI ഉദ്യോഗസ്ഥർക്ക് 9ാം പ്രതിയായ പിണറായി വിജയൻ വിശദീകരണം നൽകി. ലോകായുക്ത ഭേദഗതി ബില്ലുകളിൽ ഉൾപ്പെടെ ഒപ്പിടാത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പിണറായി വിജയന്റെ തല പരിശോധിക്കണം എന്ന പ്രയോഗത്തിന് അവസാനമായി ഇരയായ പ്രമുഖൻ. അടുത്തത് നികൃഷ്ടജീവി. 2007 താമരശ്ശേരി ബിഷപ്പിനെതിരെ പിണറായി വിജയൻ നികൃഷ്ടജീവി എന്ന പ്രയോഗം നടത്തിയത്. തിരുവമ്പാടി MLA യും CPM നേതാവുമായ മത്തായി ചാക്കോയുടെ മരണത്തെ തുടർന്നാണ് വിവാദമുണ്ടായത്. മത്തായി ചാക്കോ മരണപ്പെടുന്നതിന് മുൻപ് സഭാവിശ്വാസമനുസരിച്ച് ആശുപത്രിയിൽ വെച്ച് അന്ത്യകൂദാശ നൽകിയിരുന്നു. എന്നാൽ സഭാ നിയമങ്ങൾ തള്ളിക്കളഞ്ഞ് മത്തായി ചാക്കോയുടെ സംസ്കാരം പാർട്ടി ഏറ്റെടുത്തു നടത്തി. എന്നാൽ ഇടതു സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ താമരശ്ശേരി രൂപത സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ വെച്ച് സഭാ നിയമങ്ങൾ അനുസരിച്ച് സംസ്കാരം നടത്താൻ അന്ത്യകൂദാശ നടത്തിയത് തന്നെ മതി എന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളി പ്രസംഗിച്ചു. ഇതിനെ തുടർന്നാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് അധിക്ഷേപിച്ചത്. പിന്നീട് 2013 ഡിസംബർ 7 താമരശ്ശേരി രൂപതയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് ബിഷപ്പുമായുള്ള പിണക്കം തീർത്തത്. CPMന്റെ രാഷ്ട്രീയ നിലപാടുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പാർട്ടി വിട്ടുപോയ NK പ്രേമചന്ദ്രനെ പിണറായി പരോക്ഷമായി വിശേഷിപ്പിച്ചത് പരനാറി എന്നാണ്. പരനാറി എന്ന് പറഞ്ഞാൽ ദുർഗന്ധം വമിപ്പിക്കുന്നവൻ എന്നർത്ഥം. ഇത് വിവാദമായപ്പോൾ പിണറായി പറഞ്ഞത്: ഞാൻ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? രാഷ്ട്രീയത്തിൽ നെറി വേണം. ആ നെറി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാണ്. പിണറായി വിജയന് നേരും നെറിയും രാഷ്ട്രീയ മര്യാദയും ഒക്കെ ഉണ്ടോ എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ. എന്തായാലും പരനാറി പ്രയോഗത്തിനു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ MA ബേബി ദയനീയമായി പരാജയപ്പെട്ടു. MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ 3 ഇടങ്ങളിലാണ് പിണറായി NK പ്രേമചന്ദ്രനെതിരെ പരനാറി പ്രയോഗം നടത്തിയത്. RMP നേതാവ് TP ചന്ദ്രശേഖരനെ CPM കൊലയാളികൾ കൊലപ്പെടുത്തിയത് 2012 മെയ് 4 അന്ന് പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. TP ചന്ദ്രശേഖരനെയും മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ KK രമയെ ആശ്വസിപ്പിക്കാൻ പോയ VS അച്യുതാനന്ദനെയും ലാക്കാക്കി പിണറായിയുടെ നാവിൽ നിന്ന് വന്നത് കുലം കുത്തികൾ എന്നായിരുന്നു. അടുത്തത് കടക്കുപുറത്ത്. 2017 ജൂലൈ 31 മാധ്യമപ്രവർത്തകർക്ക് നേരെ പിണറായി വിജയൻ കടക്കുപുറത്ത് എന്ന് ആക്രോശിച്ചത്. സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ BJP RSS പ്രവർത്തകരുമായി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തിയ ചർച്ച റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു മാധ്യമപ്രവർത്തകർ. ഈ അലർച്ച വിവാദമായിട്ടും നാണം കെട്ടവന്റെ ആസനത്തിൽ ഒരാളുകളിർത്താൽ അതും ഒരു തണല് എന്ന മട്ടിലായിരുന്നു പിണറായി. പിപ്പിടി. പിണറായി വിജയന് ഒരുപാട് പരിഹാസം കൂടി ഏറ്റുവാങ്ങേണ്ടി വന്ന പദപ്രയോഗം കൂടിയായിരുന്നു പിപ്പിടി. പിപ്പിടി വിദ്യ എന്ന വാക്കിന്റെ അർത്ഥം ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക എന്നൊക്കെയാണ്. ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ഒക്കെ പറഞ്ഞുകൂട്ടുന്ന പൊയ് വാക്കുകളെയാണ് പിപ്പിടി വിദ്യ എന്ന് പറയുന്നത്.
റെയിലിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ പിപ്പിടി വിദ്യ തന്റെ അടുക്കൽ ചെലവാകില്ല എന്നാണ് പിണറായി അർത്ഥമാക്കിയത്. ഒക്കച്ചങ്ങായി എന്ന വാക്ക് പിണറായി വിജയന്റെ തിരുനാവിൽ നിന്ന് അടർന്നു വീണത് 2018 നവംബർ 20-നായിരുന്നു. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ പരിഹസിക്കാനായിരുന്നു പിണറായി ഒക്കച്ചങ്ങായി എന്ന വാക്കെടുത്ത് വീശിയത്. തലശ്ശേരിയിലും പാനൂരിലുമൊക്കെ വിവാഹത്തിന് പോകുമ്പോൾ വരനെ അനുഗമിക്കാനായി ഒരു ഉറ്റ സുഹൃത്ത് കൂടിയുണ്ടാകും. വരന്റെ മുഖത്ത് പൗഡർ ഇടാനും ഒരുക്കാനും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുമൊക്കെയുള്ള അവകാശം മറ്റു സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ ഒക്കച്ചങ്ങായി കാണാം. ശബരിമല വിഷയത്തിൽ BJPയോടൊപ്പമാണ് കോൺഗ്രസ് എന്ന് സമർത്ഥിക്കാനാണ് പിണറായി ഒക്കച്ചങ്ങായിയെ രംഗത്തിറക്കിയത്. തനിക്ക് അപ്രിയമായ പത്രവാർത്തകൾ കണ്ട് വിറളി പൂണ്ടപ്പോഴാണ് മാതൃഭൂമിയുടെ പത്രാധിപരെ പിണറായി വിജയൻ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. നിയമസഭയിലായാലും മാധ്യമപ്രവർത്തകരോടായാലും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ ഏതെങ്കിലും വീഴ്ചയെക്കുറിച്ച് ചോദിച്ചാൽ പിണറായി പറയുന്ന ചില പതിവ് ഉത്തരങ്ങളുണ്ട്. ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതുമല്ലെങ്കിൽ നോട്ടക്കുറവുണ്ടായിട്ടുണ്ട് എന്ന്. ഇതൊന്നും കൂടാതെ നിയമസഭയിലടക്കം സ്ഥല ജല വിഭ്രാന്തി എന്ന് തട്ടിവിടുന്നതും കേട്ടിട്ടുണ്ട്. സ്ഥലകാല വിഭ്രാന്തി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥല ജല വിഭ്രാന്തി എന്താണെന്ന് എനിക്കും പിണറായി വിജയനുമടക്കം ലോകത്താർക്കും അറിയില്ല. എവിടെയോ സ്ഥലകാല വിഭ്രാന്തി എന്ന് കേട്ടതോ വായിച്ചറിഞ്ഞതോ ഓർത്തുവെച്ച് കീച്ചിയപ്പോൾ തെറ്റിപ്പോയതാകാം, സ്വാഭാവികം. മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയതും മറ്റാരുമല്ല, പിണറായി വിജയൻ തന്നെയാണ്. ഈ വിഷയം പറഞ്ഞവസാനിപ്പിക്കാൻ യൂത്ത് ലീഗ് നേതാവായ PK ഫിറോസ് 3-4 കൊല്ലം മുൻപ് പിണറായി വിജയനെ കുറിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച ചില വാചകങ്ങൾ ഞാൻ കടമെടുക്കുകയാണ്. അതിങ്ങനെയാണ്: രാഷ്ട്രീയ വിമർശനങ്ങളോടുള്ള പ്രതികരണങ്ങളെ ഒരുതരം മല്ലയുദ്ധത്തിന്റെ ഭാഷയിലേക്ക് പരിവർത്തിപ്പിച്ച നേതാവാണ് പിണറായി വിജയൻ. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം പ്രകോപിതനാകുകയും പ്രകോപനമുണ്ടാകുമ്പോൾ നിയന്ത്രണം വിടുകയും ചെയ്യുന്നതിന് കേരളം പലവട്ടം സാക്ഷിയായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലെല്ലാം അല്പന്റെ അഹന്ത നിറഞ്ഞ ഭാഷയാണ് ആ നാവിൽ നിന്ന് വന്നത്. ആവർത്തനം കൊണ്ട് സാധാരണമായി തീർന്നതും കേട്ടുകേട്ട് പഴകിശീലിച്ചതുമായ ഒന്നാണ് നമുക്കിപ്പോൾ പിണറായി വിജയൻ. മനോനില മാറുന്നതിനനുസരിച്ച് അക്രമാസക്തമായി മാറുന്ന ഭാഷയുടെയും ശൈലിയുടെയും ആൾരൂപമാണ് പിണറായി വിജയൻ. പാർട്ടി വേദിയെന്നോ പൊതുവേദിയെന്നോ വ്യത്യാസമില്ലാതെ, പാർട്ടി അണികളെന്നോ പൊതുജനങ്ങളെന്നോ വേർതിരിവില്ലാതെ ആരെയും അധിക്ഷേപിക്കാൻ എല്ലാ കാലത്തും അത് ഉപയോഗിച്ചിട്ടുണ്ട്. നിയമസഭ പോലും ആ ആക്ഷേപവാക്കുകൾക്ക് വേദിയായി. പിണറായി വിജയന്റെ ഭാഷാശൈലിയിലെ സാംസ്കാരിക ശൂന്യതയും അക്രമോത്സുകതയും ചൂണ്ടിക്കാട്ടാനും തിരുത്താനും പാർട്ടിയോ പാർട്ടി നേതാക്കളോ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. ഒരു സാംസ്കാരിക നായികരും വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുമില്ല. മല്ലയുദ്ധത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് അക്രമാസക്തി അടിസ്ഥാന വികാരമായി നിലനിൽക്കുന്ന ഇടതുപക്ഷ ആൾക്കൂട്ടത്തിന് പിണറായി വിജയൻ ഇരട്ടച്ചങ്കനായ ആരാധ്യ പുരുഷനായി മാറുന്നത്. തനിക്കു നേരെ വരുന്നവരുടെയൊക്കെ നേർക്ക് തുപ്പുന്ന ഈ മാലിന്യ പദങ്ങൾക്കൊക്കെ ഏറ്റവും അർഹൻ താൻ തന്നെയാണെന്ന വസ്തുത പിണറായി വിജയൻ പലപ്പോഴും മറന്നുപോകുന്നു. ഇതൊന്നും കൂടാതെയാണ് പൊതുവേദികളിൽ പിണറായി നടത്തുന്ന വീരവാദം. ഏഷ്യാനെറ്റിലെ കോമഡി പരിപാടിയിലെ ജാലിയൻ കണാരനൊക്കെ പിണറായിക്ക് മുന്നിൽ നിസ്സാരൻ. ഇന്ദ്രനും ചന്ദ്രനും തടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയല്ലാതിരുന്ന പിണറായി വിജയനായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഊരിപ്പിടിച്ച വാളുകൾക്കും ഉയർത്തിപ്പിടിച്ച കഠാരകൾക്കും ഇടയിലൂടെ 2 കൈകളും കൂട്ടിയടിച്ച് ഞാൻ പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷൻ കാണിച്ചു, വിളിച്ചോണ്ട് പോടാ ഇവനെ എന്ന് ആക്രോശിച്ചു. ഇതൊക്കെ പിണറായിയുടെ കേൾവി കേട്ട തള്ളലുകളാണ്. 4000 പോലീസുകാരുടെ നടുവിൽ നിന്ന് വിരട്ടലും വിലപേശലുമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് വെല്ലുവിളിക്കുന്ന പിണറായിയുടെ മനോനില നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു കാര്യം നിസ്സംശയം അടിവരയിട്ട് പറയാം: കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട രാഷ്ട്രീയക്കാരനും മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ എന്ന